എന്തും ഫേസ്ബുക്കിലൂടെ വെട്ടിത്തുറന്നു പറയാൻ ധൈര്യമുള്ള നടനും സംവിധായകനുമാണ് എം പി പത്മകുമാർ. എന്നാൽ വിവാദമായി കഴിഞ്ഞാൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്ന ശീലവും പത്മകുമാറിനുണ്ട്. ഒരു പുരസ്കാര നിശയിൽ മോഹൻലാലിന്റെ കാല് തൊട്ട് വന്ദിച്ചതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഉൾപ്പെടെ അങ്ങനെ പത്മകുമാർ ഡിലീറ്റ് ചെയ്ത് നീക്കിയ പോസ്റ്റുകൾ ഒരുപാടാണ്. മോഹൻലാലിന്റെ കാല് തൊട്ട് വന്ദിച്ചെന്തിനാണെന്ന് പത്മകുമാർ പറയുന്നു. ഇപ്പോഴിതാ പുതിയ വിവാദത്തിന് പത്മകുമാർ തിരികൊളുത്തിയായി വിട്ടതായി വാർത്തകൾ. മമ്മൂട്ടി എന്ന വ്യക്തിയോട് വെറുപ്പ് തോന്നുന്നുവെന്ന് പത്മകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചുവെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ സമയം റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ നടന്റെ സ്വകാര്യ പേജിലും ഫാൻ പേജിലും ഇത്തരമൊരു പോസ്റ്റ് ഇല്ല. മമ്മൂട്ടി എന്ന വ്യക്തിയോട് ശരിക്കും വെറുപ്പ് തോന്നുന്നുവെന്ന് പത്മകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചതായിട്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ മലയാളമായ സമയം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് പറയുന്ന കാരണമാണ് ഏറ്റവും കൌതുകം. ലോകമറിയേണ്ട നടൻ മാജിക്കുകാരനെ പോലെ ജനങ്ങൾക്ക് മുന്നിൽ കണക്കെട്ടുകെട്ടായി പ്രായം പിടിച്ചു നിർത്തുവാൻ കാണിക്കുന്ന വെപ്രാളത്തിൽ ഇല്ലാതാകുന്ന ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ടും മലയാളത്തെ ലോകവേദിയിൽ എത്തിക്കേണ്ട ഒരു ജന്മം തന്നെയാണ് പത്മകുമാർ അഭിപ്രായപ്പെട്ടു. പൊന്തന്മാടയിലും വിധേയനിലും തനിയാവർത്തനത്തിലും കണ്ട മമ്മൂട്ടി തിരിച്ചുവരണം. മാർക്കറ്റ് ചെയ്യപ്പെടാതെ പോയ നിരവധി കഥാപാത്രങ്ങളുടെ ഊർജ്ജമുള്ളതുകൊണ്ടും ഉപരിവിപ്ലവമായ മലയാളം സമകാലീന ട്രെൻഡുകൾ അവഗണിച്ച് വല്ലപ്പോഴുമെങ്കിലും തിരിച്ചുവരണം. സിനിമയും അങ്ങനെയും സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരിൽ ഒരാളായി അപേക്ഷിക്കുകയാണെന്ന് പത്മകുമാർ ഫേസ്ബുക്കിൽ എഴുതിയെന്നാണ് വാർത്തകൾ. പോയ വർഷം സംസ്ഥാന പുരസ്കാരവേദിയിൽ ശ്രദ്ധേയമായ മൈ ലൈഫ് പാർട്ട്ണർ എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് പത്മകുമാർ. രൂപാന്തരമാണ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം. അശ്വാരൂഢം, രക്ഷകൻ, നിവേദ്യം തുടങ്ങിയ ചിത്രത്തിൽ വില്ലൻ വേഷത്തിലൂടെയും എം പി പത്മകുമാർ ശ്രദ്ധേയനാണ്.